ദാസ്, ഇതെന്റെ അവസാന ദിവസമാണ് ലണ്ടനിൽ. എന്റെ ഈ ജോലി സ്ഥലത്തും അവസാന ദിവസമാണ്. ഞാൻ ടോക്കിയോയിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്റെ വിസ തീർന്നു. എല്ലാവർക്കും നമസ്കാരം. തന്മയി ഭാവശക്തി അഥവാ എംപതി. ജീവിതത്തില് നമ്മൾ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ അനുഭവത്തിലാവുന്ന കാര്യങ്ങൾ നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പാഠമാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന തൊഴിലിനെ, അവരുടെ വ്യക്തിത്വത്തെയും നമ്മൾ അറിഞ്ഞ് പെരുമാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയും, ചിലപ്പോൾ അറിയില്ല. പക്ഷെ നമ്മളത് തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. തിരുവണ്ണാമലയിൽ ശ്രീ രമണ മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിനോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറും? അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. മറ്റുള്ളവരില്ലല്ലോ, മറ്റാര് എന്ന് പറയുന്നതില്ല, എല്ലാം നീ തന്നെയാ. നീ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതുപോലെ മറ്റുള്ളവരെ കാണുന്നു. എത്ര സത്യമല്ലേ? ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ എന്തോരം ആൾക്കാരെ കാണുന്നു. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഫുഡ് ഐറ്റംസ് മേടിക്കാനായിട്ട് M&S സ്റ്റോറിൽ പോയപ്പോൾ ഫുഡ് ഹാളിൽ സാധനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ കൗണ്ടറിൽ പേ ചെയ്യാൻ നിൽക്കുമ്പോൾ ടില്ലിലിരിക്കുന്ന ആള് വളരെ സന്തോഷമുള്ള ഒരു വ്യക്തി. എല്ലാ മനുഷ്യരെയും നോക്കിയാൽ ചിരിക്കുന്നുണ്ട്, എല്ലാവരോടും എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ കാണൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് തിരക്കുള്ള ഒരു നഗരത്തില്, എല്ലാവരും തിരക്കുള്ള ജീവിതത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുശല പ്രശ്നങ്ങളൊന്നും നടത്തല് സാധാരണയല്ല. പക്ഷെ ഈ മനുഷ്യൻ ഓരോ വ്യക്തികളോടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. പക്ഷെ പല വ്യക്തികളും ആൾക്ക് തിരിച്ച് ചിരി കൊടുക്കാൻ മടി കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ എന്റെ ഊഴം വന്നപ്പോൾ എന്നോടും അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? നല്ല സണിയാണല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ ബ്യൂട്ടിഫുൾ ആണ്, പ്രത്യേകിച്ച് നിങ്ങളിത് ചോദിക്കുമ്പോൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ ആൾക്കാരോടൊക്കെ സംസാരിക്കണേ ശ്രദ്ധിച്ചു? എത്ര നല്ല കാര്യമാണത്. അവർക്കൊക്കെ ആ ഒരു ചിരി സമ്മാനിക്കുമ്പോൾ അവരുടെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ മാറും. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാവരും തിരിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ എന്റെ ജോലി നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഞാൻ അത് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനോട് ബൈ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, നിർത്തരുത്. കാരണം നിങ്ങളെപ്പോലെ ചിരിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ ലോകത്ത് കുറവാണ്. അതുകൊണ്ട് തീർത്തും ഇത് വിടാതെ നിങ്ങൾ കൊണ്ടുനടക്കേണ്ട ഒരു സ്വഭാവമാണ്. കുറെ ആൾക്കാർ ഇനി കുറെ കഴിയുമ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വരും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതുമായിട്ട് ആൾക്കാർ ലോകത്ത് കുറവ്. വേറൊരു അനുഭവം, ഞാൻ എന്നും കാലത്ത് കാപ്പി കഴിക്കാൻ പോകുന്ന കോഫി ഷോപ്പിൽ ഒത്തിരി ആൾക്കാരെ സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ എല്ലാവരോടും ഹലോ പറയും ഓരോ ദിവസം ചെല്ലുമ്പോൾ. ഈ പ്രത്യേക ദിവസം ഒരു ജാപ്പനീസ് പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദാസ്, ഇതെന്റെ അവസാന ദിവസമാണ് ലണ്ടനിൽ. എന്റെ ഈ ജോലി സ്ഥലത്തും അവസാന ദിവസമാണ്. ഞാൻ ടോക്കിയോയിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്റെ വിസ തീർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ നിൽക്കാൻ ശ്രമിച്ചുകൂടെ? നിനക്ക് ഈ രാജ്യം ഇഷ്ടമാണല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ, എനിക്ക് നിൽക്കാൻ പാടാണ്, ഇവിടുത്തെ വിസ റൂൾസ് ഒക്കെ മാറ്റി നിൽക്കാൻ പാടാണ്. പക്ഷെ ആ കുട്ടി വളരെ വിഷമത്തോടെയായിരുന്നു പറഞ്ഞതും. നമ്മളോട് ബൈ പറയുമ്പോൾ എന്തോ ഒരു വലിയ വിഷമമുള്ള മാതിരി ആ കുട്ടി പെരുമാറി. എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി പോയി. കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരാള് നമ്മളോട് ഇത്രയും അടുപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയണം. ആ ദിവസം സത്യം പറഞ്ഞ അതിശയത്തിന്റെ ഒരു ദിവസമായിരുന്നു. ഞാൻ പെട്ടെന്ന് തരിച്ചു നിന്നുപോയി. ഞാൻ എന്നിട്ട് ഒരു കണക്കിന് കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ ആ കുട്ടിയോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയെങ്കിലും കുറെ നേരം വെളിയിൽ പോയിട്ട് നിന്ന് ആലോചിച്ചു. വല്ലാത്തൊരു ഫീൽ ആ കുട്ടി പറഞ്ഞ രീതിയും ഒക്കെ. ഞാനൊരു ഡ്രൈവിന് പോവായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു ഇന്ത്യൻ ഷോപ്പ് കണ്ടപ്പോ അവിടെ ചുമ്മാ കയറിയത് കാണാൻ വേണ്ടി. അപ്പൊ അവിടെ നിന്ന് ചെറിയൊരു സ്റ്റാച്യു മേടിച്ച് ഞാൻ തിരിച്ചൊരിക്കൽ കൂടി ആ കോഫി ഷോപ്പിൽ പോയി അത് ആ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ടൊരു താങ്ക്സ് പറയുകയും ഗുഡ് ലക്ക് സ്റ്റാച്യു ആണെന്ന് പറഞ്ഞത് കൊടുത്തു. സത്യം പറഞ്ഞ ആ ഒരു ദിവസത്തെ ഒരു ഫീല് ഭയങ്കരമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നും കാണുന്ന രണ്ടാൾക്കാർ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്തതിന്റെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അതുമാതിരി നമ്മള് പോകുന്ന സ്ഥലങ്ങളിൽ എന്തോരം മനുഷ്യരെ കാണുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു ജോലിയാണ്. പക്ഷെ എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സെർവ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു മേടിക്കാറുണ്ട്. എന്നാൽ അവർ കഴിച്ചോന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മളോട് എന്താ വേണ്ടതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക്, റെസ്റ്റോറൻറ്റുകളിൽ സെർവ് ചെയ്യുന്ന വെയിറ്റർമാർ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മനുഷ്യരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് അവർ ചെയ്യുന്ന ജോലിയുടെ മഹത്വവും കൂടുതൽ നന്നായി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതായിരിക്കും. അപ്പം ആ ഒരു ക്വാളിറ്റി നമ്മളൊക്കെ
ദൈനംദിന ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഈ ലോകത്തെ പലതരം സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ കാശ് കൊടുത്തിട്ടാണെങ്കിൽ പോലും നമ്മളുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടി ഉണ്ട്. നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ തിരിച്ചറിയുകയും അവരെ നമ്മൾ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. കുറേ കാലമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ഒത്തിരി ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെയധികം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് നല്ല ചിരികൾ കിട്ടാറുണ്ട്. നമ്മളെ കാണുന്നത് ആൾക്കാർക്ക് സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു നന്മയും കൂടിയാണ്. അതിന് നമുക്ക് യാതൊരു ചെലവുമില്ല. അത് മാത്രമല്ല, ഈ ടെൻഷൻ സ്ട്രെസ്സും ഒക്കെ പിടിച്ച ഈ ലോകത്ത് ആൾക്കാർക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്ന ഒരു ആശ്വാസമാണ് നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരെ കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിക്കുക. പെട്ടെന്ന് ഈ 2 അനുഭവങ്ങൾ എന്നെ കൂടുതൽ ഈ സ്വഭാവത്തോട് അടുപ്പിച്ചു. ഇപ്പൊ അതെല്ലാവരും ചെയ്ത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം ഈ ലോകം മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒത്തിരി ഉപകരിക്കും. നമുക്കറിയാവുന്ന പോലെ ഇന്ന് പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ പരിഹാരത്തിന് നമ്മളൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിനിങ്ങനെയുള്ള പ്രകടനങ്ങൾ, ഇങ്ങനെയുള്ള സ്നേഹാന്വേഷണങ്ങൾ നമ്മൾ ഒത്തിരി മനുഷ്യരെ നല്ല ചിന്തയിലേക്ക് നയിക്കും. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും, നിങ്ങളും അങ്ങനെ ചെയ്യും. അത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. താങ്ക് യു.